ആ യോളിന് നമുക്കൊരു പാലക്ക് തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കെട്ട് പാലക്ക് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 2 സവോളയും കൂടെ അരിയുന്നുണ്ട്. അതിനുശേഷം ഞാൻ 2 പച്ചമുളക് കൂടി അരിയുന്നുണ്ട്. അതിനുശേഷം ഞാൻ കടുക് ഒന്ന് പൊട്ടിച്ച് 2 വറ്റൽമുളക് കൂടെ ഇട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ച പാലക്ക് ഒന്ന് അതിനകത്തോട്ടിട്ട് ഒന്ന് ആവി കയറ്റുന്നുണ്ട്. ഒരു ശകലവും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ഒന്ന് ആവി വന്നു കഴിയുമ്പോൾ പാലക്കെല്ലാം നന്നായിട്ട് വെന്ത് അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. വീണ്ടും വെന്ത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ നടുക്കോട്ടൊരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ മുട്ടയെ വീണ്ടും അടച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം മുട്ടയെ നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും നമ്മൾ പാലക്കുമായിട്ട് നല്ലതായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തേങ്ങ വേണേൽ നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാമേ. ഇത്രയേ ഉള്ളൂ. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാമേ. ഒക്കെ വളരെ ടേസ്റ്റിയാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നു. ഈ തേങ്ങയും ഈ മുട്ടയും ഈ പാലക്കും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ്. ഇതിനകത്ത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. എന്നാലും വളരെ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമേ. ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്യണേ.